ഒളവണ്ണയിൽ ഇരുനില വീടിന്റെ താഴ്ഭാഗം താഴ്ന്നു പോയതിൽ ആശങ്ക. ഒളവണ്ണ വന്ദന ബസ് സ്റ്റോപ്പിന് സമീപമാണ് വീടിന്റെ താഴ്ഭാഗം ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോയത്. സംഭവത്തിൽ വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഒളവണ്ണ സ്വദേശി സക്കീർ ഹുസൈന്റെ വീടാണ് താഴ്ന്നുപോയത്. പോലീസ് ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട അധികാരികളും സ്ഥലം സന്ദർശിച്ചു. ഒളവണ്ണയ്ക്ക് സമീപം കൊടിനാട്ടുമുക്ക് വന്ദന ബസ് സ്റ്റോപ്പിനടുത്ത് താമസിക്കുന്ന ചെറാട്ടുപറമ്പ് സക്കീറിന്റെ വീടിന്റെ താഴത്തെ നിലയാണ് ഭൂമിക്കടിയിലേക്ക് താഴ്ന്നത്. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. ഏതാനും ദിവസങ്ങളിലായി വെള്ളപ്പൊക്കത്തിൽ വീട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇവർ ബന്ധുവീട്ടിലേക്ക് താമസം മാറിയതായിരുന്നു. ഞായറാഴ്ചയാണ് തിരികെ വീട്ടിലെത്തിയത്. തിങ്കളാഴ്ച രാവിലെ വീടിന്റെ താഴെ നില വലിയ ശബ്ദത്തോടെ പെട്ടെന്ന് പൂർണ്ണമായും ഭൂമിക്കടിയിലേക്ക് താഴുകയായിരുന്നു. അപകട സമയത്ത് വീട്ടിൽ സക്കീറിന്റെ ഭാര്യയും മകളുടെ മകളുമാണ് ഉണ്ടായിരുന്നത്. ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടി മാറിയതിനാൽ വലിയ അപകടം ഒഴിവായി. ഞങ്ങൾ പുറത്തിരിക്കുന്നു. അപ്പോൾ മോനുണ്ട്, 3.5 വയസ്സായ മോനായിട്ട്. മോൻ പറഞ്ഞതാണ്, മമ്മ വീട് പൊളിയുണ്ട്. മമ്മ പറഞ്ഞപ്പോൾ പൊളിഞ്ഞ് ചാടണം കണ്ടപ്പോൾ എൻ്റെ കുട്ടീനെ തോന്നി. അപ്പോൾ പുറത്തുണ്ട് ഇനി പണിക്കാർ ഓലോട് പറഞ്ഞ് നമ്മളെ വീട് പൊളിയുണ്ട് പറഞ്ഞിട്ട് ഓല് പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നോളൂ തന്നെയാണ്. ഞാൻ കുട്ടീനായിട്ട് മതിൽ ഇട്ടങ്ങോട്ട് ചാടി. ഞാൻ പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ ഓല് ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും വീടൊന്നായിട്ട് താഴ്ന്നു പോയിക്കുന്നു. വീട് നിൽക്കുന്ന പ്രദേശം നേരത്തെ തന്നെ ചതുപ്പ് പ്രദേശമാണ്. പുഴവെള്ളം കയറിയതിനെ തുടർന്ന് വീടിനടിയിലേക്ക് വെള്ളം ഊർന്നിറങ്ങിയതാകും വീട് താഴാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പരിസരത്തെ മറ്റു വീടുകൾക്കൊന്നും ഇതുവരെ അപകട ഭീഷണി ഉണ്ടായിട്ടില്ല. എന്നാൽ വീട് അപ്രതീക്ഷിതമായി ഭൂമിയിലേക്ക് താഴ്ന്നതോടെ പരിസരവാസികളും വലിയ ഭീതിയിലാണ്. പോലീസും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധനയും നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.